ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മൂന്നാറിലെ ഒരു റിസോർട്ടിലാണ്. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാഴ്ചകളും തുടർന്നുള്ള കുറച്ച് ദൃശ്യങ്ങളായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നലെ ഞങ്ങൾ വന്ന് സ്റ്റേ ചെയ്ത ആ ഒരു പ്രോപ്പർട്ടിയാണ്. ആ ഒരു റിസോർട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇരിക്കുന്നത് പള്ളിവാസൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നമുക്ക് മൂന്നാർ എത്തുന്നതിന് മുമ്പ് അടിമാലിയിൽ നിന്ന് വരുമ്പോൾ ഏകദേശം 5 കിലോമീറ്റർ മുമ്പാണ് ഈ ഒരു പള്ളിവാസൽ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ഇവിടെ പള്ളിവാസൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു യൂട്ടേൺ ആണ്. അവിടെ നമുക്കൊരു 400 മീറ്റർ താഴത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴാണ് കുത്തനെയുള്ള റൂട്ടാണ്. കുത്തനെ ഇറങ്ങി വന്നിട്ടാണ് ഈ ഒരു സ്ഥലമുള്ളത്. അപ്പോൾ അതിപ്പോൾ ഞാൻ പോകുമ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആ ഒരു റൂട്ട് മുകളിലേക്ക് കയറി പോകുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു റൂമും ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ സെക്കൻഡ് ഫ്ലോർ കേട്ടോ. സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വിൻഡോസ് ഉള്ള റൂം അവർ പറഞ്ഞ് സെപ്പറേറ്റ് തന്നതാണ്. അപ്പുറത്തെ റൂമാണെങ്കിൽ വിൻഡോസ് അധികം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല കാഴ്ചകളാണ്. ഇതുണ്ട്, ഇവിടെ ചുറ്റിനും ഫോറസ്റ്റ് വ്യൂ ആണ് കിട്ടുന്നത്. അതുപോലെ ഇവിടെ ഒരു ഡോറുണ്ട് ബാൽക്കണിയിലേക്ക്. അത് തുറന്നിറങ്ങിക്കഴിഞ്ഞാൽ അത് അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് മുഴുവൻ കിട്ടുന്നത്. ഇത് ഫുള്ള് ഏലം കൃഷിയാണ് കേട്ടോ ഈ കാണുന്നതല്ല. ഇതുണ്ട്, ഏലത്തോട്ടമാണ് ഈ കാണുന്നത് ഫുള്ള്. പിന്നെ ഒരുപാട് മരങ്ങൾ നിൽക്കുന്നുണ്ട്. പ്ലാവ് തുടങ്ങിയ പല ടൈപ്പ് മരങ്ങൾ നിൽക്കുന്നുണ്ട്. ആ താഴെ കാണുന്നതൊക്കെ വേറെ റിസോർട്ടുകളാണ് അപ്പുറത്തെ സൈഡിലുള്ള. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റേ ചെയ്ത റൂം. ഇതിൻ്റെ ഒരു ടോയ്ലറ്റും കാണിച്ചു തരാം. അതും വലിയ കുഴപ്പമില്ലാത്ത നീറ്റായിട്ടുള്ള ടോയ്ലറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അതായത് പിടിച്ചു. ഓക്കെ, നമ്മുടെ ബോക്സ് ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബോക്സ് ഒന്ന് സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഈ മുമ്പിൽ കാണുന്ന സ്പൈസ് ജംഗിൾ റിസോർട്ട്. ഈ ഒരു കയറ്റവും ഇറക്കവും മാത്രമാണ് നമുക്ക് ഈ റിസോർട്ടിലേക്കുള്ള ഒരു ഏക പ്രോബ്ലം. അത് പ്രോബ്ലം ഒന്നുമില്ല. അത്യാവശ്യം നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ കയറ്റാനും ഇറക്കാനും പറ്റുന്നതാണ്. ഫസ്റ്റ് ഗിയറിൽ മാത്രമേ കയറ്റാൻ പാടുള്ളൂ. ഇതുപോലെ നിരപ്പായ സ്ഥലം എത്തുമ്പോൾ മാത്രം നമുക്ക് സെക്കൻഡിലിടാം. പിന്നെ ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റിയിട്ട് തന്നെ കയറ്റണം. ഇറക്കുമ്പോഴും അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയറിൽ നിന്ന് തന്നെ ഇറക്കിക്കൊള്ളണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ പോവും, ബാലൻസ് പോവും, ആകെ പ്രശ്നമാവും. ഇതിപ്പോൾ നമ്മൾ ഫുൾ ലോഡായിട്ടാണ് കയറുന്നത് കേട്ടോ. ബാക്കിൽ ലിൻസും ഉണ്ട്. അതുപോലെ നമ്മുടെ ടോപ്പ് ബോക്സും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേ മുകളിലൊക്കെ തേയിലത്തോട്ട് നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഒന്നും കണ്ടില്ലല്ലേ. ഇവിടെ ഈ ഒരു വളവൊക്കെ ഇന്ന് ശ്രദ്ധിച്ച് കയറ്റിയാൽ മതി. കണ്ട, അത് കണ്ട, 2 സൈഡും തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് അത്യാവശ്യം കോൺക്രീറ്റ് ചെയ്ത് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് റോഡ്.
ഇത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞത്. ആ കാണുന്നതാണ് മെയിൻ റോഡ്. ഓക്കെ, അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തി. ഈ കാണുന്നതാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് വന്ന അടിമാലിയിൽ നിന്ന് വരുന്ന റൂട്ട് കേട്ടോ. ഇവിടുന്ന് നേരെയാണ് ഈ കാണുന്ന വഴി വളഞ്ഞ് മൂന്നാറിലേക്ക് പോകുന്നത്. പള്ളിവാസൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മൂന്നാറിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മുന്നെയാണ്. ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ കണ്ട, സൂപ്പർ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. നമുക്കിത് ഇവിടെ നിന്ന് ഒതുക്കി നിർത്തിയിട്ട് നോക്കാം. എൻ്റെ അമ്മോ, വ്യൂ കണ്ട. അത് തന്നെ, ഏതാണ്ട് ഇതേ ഇവിടെ നിന്ന് താഴേക്കുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഇപ്പോൾ സ്റ്റേ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മൾ ഉള്ളിൽ നിന്ന് കയറി വന്നത്, കാടിൻ്റെ ഉള്ളിൽ നിന്ന്. കണ്ട, കിട്ടില്ല വ്യൂ ആ ഇവിടെ. അവിടെ ഫുള്ള് തോട്ടങ്ങളാണ്, തേയിലത്തോട്ടങ്ങൾ മാത്രമുള്ള ആ ഏരിയ. അതിൻ്റെ ഇടയിൽ കുറച്ച് ഭാഗത്താണ് കാടുകൾ പോലെ മരങ്ങൾ നിൽക്കുന്നത്. നമ്മൾ കണ്ട വീട് അതാണ്. അവിടെ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ ഞങ്ങളൊരു വീട് കണ്ടായിരുന്നു. അതൊരു മലയുടെ മുകളിൽ ഒരു ഒറ്റ വീടായിട്ട്. ഇതില്ല, അതാന്ന് തോന്നുന്നു. വലിയ അറ്റത്ത് ക്യാമറയിൽ കാണുന്നുണ്ടാന്നറിയില്ല. എന്തായാലും നമ്മൾ മൂന്നാർ ഭാഗത്തേക്ക് പോകുന്നത് ഇന്ന് ടോപ്പ് സ്റ്റേഷൻ വരെ പോകാനാണ് പ്ലാൻ. നമുക്കെന്തായാലും ഇന്ന് മഴ മാറി നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും സമയം രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ. ഇതുപോലെ തന്നെയാണ് കാലാവസ്ഥയെങ്കിൽ നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴാണ് ശരിക്കും വ്യൂ കാണുന്നത്. ഇന്നലെ നമ്മളിവിടെ വന്നപ്പോൾ ഫുൾ കോട വന്ന് മൂടി നിൽക്കായിരുന്നു. ഇത് കണ്ട, ഇതാണ് മൂന്നാറിൻ്റെ ഭംഗി. ഇന്നലെ ഒന്നും കണ്ടില്ല നമ്മൾ. വേണ്ട, ഈ മലകളുടെ ഇടയിൽ കൂടിയാണ് ഈ വഴി വെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നല്ല വീതി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് നാൾ മുമ്പ് കൂട്ടിയതാന്ന് തോന്നുന്നു. ഇത്രയും വീതി ഉണ്ടായിരുന്നില്ല നേരത്തെ. നമ്മളിതേ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടാണ്. ഈ മുന്നിൽ കാണുന്ന ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇവിടുത്തെ ഈ കട്ടർ ഇത്രയും നാളായിട്ട് ഒരു മാറ്റിയിട്ടില്ല. ഞാൻ ഇത് 3ാമത്തെ പ്രാവശ്യം വരുമ്പോഴും ഈ കട്ടറുകൾ ഇതുപോലെ ഉണ്ട്. ഈ ഡാമിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത്. ഇപ്പം മഴയും കൂടി പെയ്ത കാരണം നല്ല വെള്ളം ആയിട്ട് കിടക്കുകയാണ്. കണ്ടോ, ഇതാണ് ഡാമിൻ്റെ സ്റ്റാർട്ടിങ്. നമുക്കിവിടെ നിന്ന് ഇത് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തേക്ക് പോകാൻ. വേണ്ട, ഇത്തവണയും തിരക്ക് കുറവാണ് പൊതുവെ. ഈ തിരക്കൊന്നും വന്നാൽ പോരാ. ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ എല്ലാം മാറി സാധാരണ പോലെ ആവണമെങ്കിൽ ടൈം എടുക്കും. ലോക്ക്ഡൗൺ മാറി ഇനിയിപ്പോൾ നോർമൽ കണ്ടീഷനിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ടൈമും കൂടി എടുക്കുമായിരിക്കും. ഇത് കണ്ട, ഡാമിൻ്റെ ഒരു ഏരിയ ആണ് ഇവിടെ നിന്ന് വന്നാൽ കാണുന്നത്. ഓക്കെ, നമ്മളപ്പോൾ യൂക്കാലിപ്സ് മരങ്ങളുടെ ഇടയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുണ്ടള ഡാമിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ പോണത്. മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്കിത് ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ച കിട്ടും. ഇവിടെ ഈ ഒരു ലേക്കിൻ്റെയും സംഭവങ്ങളൊക്കെ ഇട്ട് കണ്ട, ഒരടിപൊളി ലേക്കാണിത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ലേക്കിൻ്റെ ഒരു അടിപൊളി വ്യൂ കിട്ടും നമുക്ക്. ഇവിടെ നിന്ന് കുറച്ചുകൂടി പോയാലാണെന്ന് തോന്നുന്നു എക്കോ പോയിൻ്റ് ഉള്ളത്. ഇതിൻ്റെ അപ്പുറത്തെ വെള്ളമില്ലായിരിക്കും. അവിടെ ഫാക്ടറിയൊക്കെ അല്ല കാണുന്നത്. അതറ്റത്ത് പുക വരുന്നതുണ്ട. ടീ ഫാക്ടറിയാണത്. നമ്മൾ ഈ എക്കോ പോയിന്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടാ.
ഇത് കണ്ട ഇവിടെ ഈ കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ലോക്ക്ഡൗണും കോവിഡിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് ആളുകളൊന്നും വരാതെ ആയിട്ട് അടച്ചു പോയ കടകളാണ് ഇതെല്ലാം. ഇവിടെയാണ് എക്കോ പോയിന്റ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇറങ്ങി നോക്കാം. ഇവിടെ നമ്മളിങ്ങനെ എക്കോ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇത് കണ്ട ആളുകളൊക്കെ നിന്ന് അവിടെ നിന്ന് ഓരോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്, ഒരു എക്കോ പോലെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഇവിടെ ഇതാണ് കൗണ്ടർ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. ഇവിടുത്തെ ഈ ഒരു ലേക്കും ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയൊക്കെ നല്ലൊരു ഭംഗിയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഈ ലേക്ക് ഇത് കണ്ട ഒഴുകി അങ്ങോട്ട് പോകുന്നുണ്ട്. അത് ഒരുപാട് ദൂരത്തേക്ക് പോകുന്നതാണത്. മറ്റേ കുണ്ടള ഡാമിൻ്റെയും മാട്ടുപ്പെട്ടി ഡാമിൻ ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ലേക്കാണെന്ന് തോന്നുന്നത്. ഇപ്പോഴും അധികം ആളുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഈ കാണുന്ന കുറച്ച് പേരേ ഉള്ളൂ. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ 2 ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ പ്രിൻ്റ് തരാമെന്ന് പറയുന്നുണ്ട് അവർ. അങ്ങനെ നമ്മൾ എക്കോ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ട് 2 ഫോട്ടോയും എടുത്ത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നേരെ പോകുന്നത് കുണ്ടള ഡാമിൻ്റെ ഏരിയയിലേക്കാണ്. അവിടെ ഇനി ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുപോകാം. എന്നിട്ട് നമുക്ക് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്ന ടോപ്പ് സ്റ്റേഷനാണ്. അവിടെ നമുക്ക് നല്ല അടിപൊളി വ്യൂ ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കണം. കോട ഇല്ലാതെ കിട്ടിയാൽ നമുക്ക് സൂപ്പർ വ്യൂ അവിടെ നിന്ന് കിട്ടും.